നമസ്കാരം. അപ്പോൾ റയൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം കണ്ടതിന് ശേഷം പ്രേക്ഷകരെ നേരിൽ കണ്ട് ചോദിച്ച കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. നമുക്കത് കേട്ടു നോക്കാം. ശരിക്കും ഇന്ത്യൻ ബ്രൂസ്ലി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ട ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ തമിഴ്നാട്ടുകാരാണ് അദ്ദേഹത്തിന് ആ ഒരു പദവി കൊടുത്തിരിക്കുന്നത്. റയൻ സിനിമ പിന്നെ ഉറപ്പായിട്ടും അടിപൊളി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കിടിലം പടമാണ്. 18+ റേറ്റിംഗ് ഉള്ളുണ്ട്. സർട്ടിഫിക്കറ്റാണ് പടം. കിടിലം പടം. ധനുഷിന്റെ കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ക്യാപ്റ്റൻ മില്ലർ കഴിഞ്ഞ ഏറ്റവും അടിപൊളി പടമാണ്. അപ്പോൾ ആ ഒരു ന്യൂ ജനറേഷൻ പ്രേക്ഷകന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ കിട്ടിലോൽ കിടിലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ പടമായിരുന്നു. അപ്പോൾ ചോദിക്കുന്ന ഒരു സ്ഥിരം പല്ലവി തന്നെ ഞാൻ ആ ഒരു പ്രേക്ഷകനോട് കൂടി ചോദിച്ചു AR റഹ്മാന്റെ സംഗീതത്തെ കുറിച്ച്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതിന് കൂടുതൽ ഇഷ്ടപ്പെട്ട ധനുഷിന്റെ പെർഫോമൻസ് അല്ല. ഞാൻ ആക്ച്വലി ഒരു ധനുഷ് ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും ഇല്ല. ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ഒരു കിടില ഇൻട്രോ ഉണ്ട്, പുള്ളിക്ക് സെക്കൻഡ് ഇൻട്രോ. സൂപ്പർ സാധനമാണ് അത് മാത്രമാണ് ഇടിക്കേണ്ട ആവശ്യമല്ല. ശരിക്കും ആ ഒരു പ്രേക്ഷകൻ ധനുഷിന്റെ കട്ട ഫാനാണെന്ന് മനസ്സിലായി. തമിഴ്നാടിന്റെ ബ്രൂസ്ലി എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ കുറിച്ച് എനിക്കൊന്നും ഇല്ല, അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടു പടം. അപ്പൊ ഒരു 100-ൽ 98% ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഈ ഒരു ചിത്രം കാണാനെത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും തെറ്റിപ്പോയി. കാരണം ന്യൂ ജനറേഷൻ പിള്ളേര് മാത്രമല്ല ഓൾഡ് ജനറേഷനും ഈ ഒരു ചിത്രം കാണാമെന്നുണ്ട്. അപ്പൊ ഇതുവരെ ചോദിച്ചില്ല തമിഴ് സിനിമയിലെ ബ്രൂസ്ലിയുടെ അഭിനയം. എന്നാലും ഈ ഒരു പ്രേക്ഷകനോട് ഞാൻ എന്തായാലും ചോദിക്കും. തമിഴ് സിനിമയിലെ ബ്രൂസ്ലിയുടെ അഭിനയം സെറ്റപ്പാണ്, സൂപ്പറാണ്, നല്ല കഥയാണ്, അടിപൊളിയാണ്. നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്, അടിപൊളിയാണ്. സംഗീതം മ്യൂസിക്കും എല്ലാം അടിപൊളിയാണ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനേക്കാളും മേലെയാണ് AR റഹ്മാൻ ഈ ഒരു സംഗീതം. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ വന്നു. നല്ല രീതിയിൽ നല്ല അടിപൊളി കളക്ഷനും അടിപൊളിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു പ്രേക്ഷകനെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും ധനുഷിന്റെ ഒക്കെ മാസാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് തമിഴ് സിനിമയിലെ ബ്രൂസ്ലിയുടെ ഈ ഒരു അഭിനയം? ബ്രൂസിലിയൊക്കെ അടിപൊളിയല്ല. നമ്മുടെ തമിഴ് ബ്രൂസിലി എന്ന് പറഞ്ഞാൽ ധനുഷ് എന്ന് പറഞ്ഞാൽ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇനിയും പുതിയ പടങ്ങൾ വരട്ടെ. ചിത്രത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ധനുഷ് സ്റ്റോറി എഴുതിയ ഡയറക്ഷൻ ചെയ്ത് അദ്ദേഹം പാടിയിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പാട്ടുകളൊക്കെ അടിപൊളിയാണ്. ഏറെമാന്റെ മ്യൂസിക് ഒക്കെ സൂപ്പറാണ് കേട്ടോ, കിടിലാണ്. അനിരുദ്ധാണോ ബെസ്റ്റ് AR റഹ്മാനാണോ ബെസ്റ്റ്? ഈ ഒരു ചിത്രത്തിൽ അനിരുദ്ധാണോ AR റഹ്മാനാണോ എന്ന് വെച്ചാൽ AR റഹ്മാൻ തന്നെയാണ് ബെസ്റ്റ്. അപ്പൊ കേട്ടല്ലോ AR റഹ്മാനാണ് ബെസ്റ്റ്. പക്ഷെ അനിരുദ്ധിനെ ബെസ്റ്റ് അല്ലാന്ന് പറയാനും പറ്റില്ല. കാരണം ജയിലറൊക്കെ നമ്മൾ വൺ ഹിറ്റായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മോശമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ AR റഹ്മാൻ ഹിറ്റ് തന്നെയാണ് ഇപ്പോഴും. ആക്ഷൻ പ്രാധാന്യം കൊടുത്തേക്കുന്ന ചിത്രം. കഥയൊക്കെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കണ്ടിരിക്കാം. തിയേറ്റർ തൂത്തുവാരൊന്നും ഞാൻ പറയില്ല, പക്ഷെ പടം ഓടും, അത് ഉറപ്പാ. തമിഴ് ബ്രൂസ്ലിയുടെ ചിത്രം എങ്ങനെയുണ്ട്? ഫിലിം സ്റ്റൈൽ എന്നൊരു ധനുഷിന്റെ അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പടം പോകുന്നത്. ധനുഷിന്റെ പഴയ പടങ്ങളിൽ അസുരൻ, പടച്ചെന്നി, ആ ഒരു മോഡ് തന്നെയാണ് പടം മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഒരു ചെറിയൊരു തോന്നൽ എനിക്ക് അസുരനാണ് ഇച്ചിരി അങ്ങനെ ഒരു ഇത് തോന്നുന്നത്. പക്ഷെ ഇത് മോശം പറയാനല്ല, എന്റെ ഒരു അഭിപ്രായമാണ്. അവസാനത്തെ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ BGM വർക്കും നന്നായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ ബേസിൽ പുള്ളിയുടെ വെറൈറ്റി. പുള്ളി ആദ്യത്തെ ഒരു ഫാമിലി ബേസ് പടമാണ് ആദ്യത്തെ പടം ചെയ്തത്. ഇത് അങ്ങനെയല്ല, ഒരു മാസ് മൂവി തന്നെയാണ്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അനിരുദ്ധാണോ ബെസ്റ്റ് AR റഹ്മാനാണോ ബെസ്റ്റ്? അനിരുദ്ധിന്റെ മ്യൂസിക് ആണോ AR റഹ്മാന്റെ മ്യൂസിക് ആണോ? അത് വ്യത്യാസം വന്നെങ്കിൽ ഇന്ത്യൻ മാത്രം ഒന്ന് കണ്ടാൽ മതി. അനിരുദ്ധിന്റെയും റഹ്മാനും ചെയ്ത വർക്ക് കാണണമെങ്കിൽ ഇന്ത്യൻ 2 ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ആഫ്റ്റർ വർക്ക് നോക്കിയപ്പോൾ നോക്കിയാൽ മതി. ഇല്ല, അനിരുദ്ധ് കഴിവുള്ളത് തന്നെയാണ്. പക്ഷെ റഹ്മാന്റെ ആ ഒരു കമ്പയർ ചെയ്യാൻ എന്ന് വെച്ചാൽ ഒരു 70 മാർക്ക് വരെ കൊടുക്കാൻ പറ്റുള്ളൂ 100-ല്. അനിരുദ്ധിന് നല്ല വർക്കിന് അനിരുദ്ധിന്റെ വർക്കിന് ഒരു മോശം പറയാനില്ല. പക്ഷെ റഹ്മാന്റെ അത്രയും ക്രാഫ്റ്റ് പുള്ളിക്കില്ല. മോശം ഒന്നും പറയാനില്ല. എനിക്ക് അസുരന്റെയും പടച്ചിന്റെയൊന്നും എനിക്ക് ഡയറക്ടറിന്റെ വിട്ടുമാരെന്ന് പറഞ്ഞ വേറൊരു സ്റ്റൈലാണല്ലോ പുള്ളിയുടെ. എങ്ങനെയുണ്ട് തമിഴ് സിനിമയിലെ ബ്രൂസ്ലിയുടെ ചിത്രം? ബ്രൂസ്ലി എന്ന് പറഞ്ഞാൽ ബ്രൂസ്ലി അല്ല, പുള്ളി ഇപ്പൊ ഒരു നല്ല ഡയറക്ടർ ആണെന്നത്, നല്ല സ്റ്റോറി റൈറ്ററാണ്, ഡയറക്ടർ ആണെന്നും ഈ പടത്തിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയ ധനുഷിന്റെ ആ ക്യാരക്ടർ മേക്സ്, അതായത് മേക്കിങ്ങില്, അതായത് ഓരോ കഥാപാത്രത്തിന്റെ മേക്കിങ്ങിൽ ധനുഷ് കാഴ്ചന്റെ ആ സ്കില്ല് പറയാതിരിക്കാൻ പറ്റില്ല. അതിനകത്ത് പിന്നെ നമ്മുടെ കാളിദാസ് ജയറാമിനെ എങ്ങനെ കാസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചു.
ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് സെന്റിമെന്റ് സീനുകൾ നമുക്കുണ്ടെങ്കിൽ പോലും സാഹചര്യങ്ങൾ മനുഷ്യനെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു കഥയാണിത്. സാധാരണക്കാരന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും സ്വീകരിക്കുന്നതിന് ഒരു 100% ഉറപ്പ് നൽകാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും ഈ തമിഴ് സിനിമയിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായുള്ള ഒരു സ്റ്റോറിയാണ്. പല സിനിമകളും നമ്മൾ വയലൻസ് ഒക്കെ ചെയ്യണ പീറ്റർ ഹേന്റെ ഫൈറ്റ് ഒക്കെ ചെയ്യണ ഒരു 1.5 ഫൈറ്റാണ്. പാട്ട് സീൻ നന്നായിട്ടുണ്ട്. ലാസ്റ്റത്തെ ഇതെല്ലാം നടന്നത് ക്യാരക്ടറൈസർ പറയുകയാണെങ്കിൽ കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, പിന്നെ ധനുഷിന്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്ന സൂപ്പർ പെർഫോമൻസ് ആണ്. എനിക്ക് നടിയുടെ പേരറിയില്ല. മലയാളികൾക്ക് ഒത്തിരി അവസരം കൊടുത്ത നല്ലൊരു ചിത്രമാണ്. മലയാളികൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപർണ ബാലമുരളിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുക. കാരണം ശരിക്കും തമിഴിന്റെ ഒരു ആ ഇതിൽ നിന്നുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. എന്തായാലും പടം ഒരു വ്യത്യസ്ത പടമാണ്. തീർച്ചയായിട്ടും ധനുഷിനെ അതോടൊപ്പം തന്നെ AR റഹ്മാന്റെ ഒരു മ്യൂസിക് AR റഹ്മാന്റെ പീറ്റർ ഹേന്റെ ഫൈറ്റ്, AR റഹ്മാന്റെ മ്യൂസിക്, പിന്നെ പ്രകാശ് രാജിന്റെ ഒരു കംബാക്ക്, ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ പിന്നെ ഒരുപാട് പേരുടെ പേര് എനിക്കറിയില്ല. അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതിന് ഓരോ സീനും നമ്മളെ പിടിച്ചിരുത്തും. മേക്കിംഗ് ഡയറക്ഷൻ എല്ലാം സൂപ്പറാണ്. നന്നായിട്ട് ഡയറക്ട് ചെയ്യാനായിട്ട് ധനുഷിന് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ഡയറക്ടറെക്കാളും ഒരു സീനും ബോറടിക്കാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ധനുഷിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പടം, ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിലീസിങ്ങിന് ശേഷം വീണ്ടും റായൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്.